വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലൂടെ തന്നെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. സിദ്ദിഖ് എവിടെ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ മുൻപിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, അദ്ദേഹത്തിന്റെ വീടുകളിലൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. എവിടെ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മനോജ് മുൻപേ സൂചിപ്പിച്ചതുപോലെ സിദ്ദിഖ് ഈ പറയുന്നത് പോലെ തന്നെ ഏതെങ്കിലും ഒളിവിൽ ഇരുന്നു കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാകും. ഉറപ്പായിട്ടും അദ്ദേഹം അറിയുന്നുണ്ടാകും. ഈ പറയുന്ന സംഭവങ്ങളുടെയൊക്കെ ഫോളോ അപ്പും ചെയ്യുന്നുണ്ടാകും. അത്തരമൊരു സാഹചര്യത്തിൽ പരാതിക്കാരിക്ക് എത്രത്തോളം സുരക്ഷിതത്വം നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ അവരെത്രത്തോളം സുരക്ഷിതയാണ് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ മനോജ്? തീർച്ചയായും അഞ്ജന, പരാതിക്കാരിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ സുരക്ഷിതത്വം അതുതന്നെയാണ് ഈ കോടതി ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. കാരണം സിദ്ദിഖിന്റെ അറസ്റ്റാണ് ആദ്യഘട്ടത്തിൽ, അതായത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം സിദ്ദിഖിന്റെ അറസ്റ്റ് തന്നെയാണ് എത്രയും വേഗം നടത്തുക എന്നുള്ളത്. എന്നാൽ പരാതിക്കാരിയുടെ സുരക്ഷിതത്വം സംബന്ധിച്ചും അതിൽ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം സിദ്ദിഖ് ഇപ്പോൾ നിലവിൽ ഒളിവിലാണ്. അതോടൊപ്പം തന്നെ ഈ സാക്ഷിയെ സ്വാധീനിക്കാൻ സാധ്യത ഉണ്ടാകുമെന്നുള്ള കാര്യം അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. അതിൽ കൃത്യമായും ഒളിവിൽ കഴിയുന്ന ഈ ഒരു സമയം അതിൽ ഈ പരാതിക്കാരിയുമായി ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും വഴി ഭീഷണിപ്പെടുത്തുവാനോ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ നേരത്തെയും ഈ കേസുമായി ബന്ധപ്പെട്ട് അതിൽ കൃത്യമായും രേഖപ്പെടുത്തിയിട്ടുണ്ട് ബലാത്സംഗം, അതോടൊപ്പം തന്നെ ഭീഷണി ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അത് തന്നെയാണ് തുടർന്നും അതുണ്ടാകുമോ? ഈ നിയമതടസ്സം ഇല്ലാത്ത സാഹചര്യത്തിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം എത്തുമ്പോൾ സിദ്ദിഖ് നിലവിൽ എവിടെയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ സിദ്ദിഖ് താൻ തടിയൂരുവാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുവാനുള്ള ഒരു നീക്കം അത് തന്നെയാണ് ഈ സിദ്ദിഖിന്റെ സംബന്ധിച്ച് നിൽക്കുന്ന ആളുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം സിദ്ദിഖും അതോടൊപ്പം തന്നെ സിദ്ദിഖുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരെയും കണക്ട് ചെയ്യുന്നുണ്ട് എന്നത് തന്നെയാണ്. അവരുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിലേക്ക് എത്തുവാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഒരു ഹോട്ടലിൽ താമസിക്കുകയാണ് എന്നുള്ള ഒരു വിവരമാണ് ലഭിച്ചത്. എന്നാൽ അത് എവിടെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടുള്ള കൃത്യമായുള്ള വിവരങ്ങൾ പുറത്തോട്ട് വന്നിരുന്നില്ല. എന്നാൽ രണ്ട് വീടുകളിലും, അതായത് കൊച്ചിയിലെ രണ്ട് വീടുകളിലും പരിശോധന നടത്തി എന്നുള്ളതാണ്. ഈ നിലവിൽ ഞാൻ നിൽക്കുന്ന ഈ വീട്ടിൽ ഇപ്പോൾ ഈ താഴിട്ട് പൂട്ടിയിരിക്കുന്ന, അതായത് ഈ ഗേറ്റ് അടക്കം താഴിട്ട് പൂട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആരോപണ വിധേയനായി 1-2 തവണ ഇങ്ങോട്ടേക്ക് എത്തി എന്നുള്ള കാര്യം നാട്ടുകാർ പറയുന്നതല്ലാതെ അതിനുശേഷം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ എന്നതിനെ പറ്റി അത് കൃത്യമായുള്ള വിവരം ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ മേഖലകളിലൊക്കെ തന്നെ സിദ്ദിഖ് പോകുവാനുള്ള എല്ലാ മേഖലകളിലും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരാതിയും അതോടൊപ്പം സാഹചര്യ തെളിവുകൾ തന്നെയാണ് സിദ്ദിഖിന് എതിരായി നിലനിൽക്കുന്നത്. ആ തെളിവുകളിൽ കൃത്യമായും ഓരോ കാര്യങ്ങളും എടുത്ത് കാണിക്കുന്നുണ്ട്. അതായത് ആ ഹോട്ടലിൽ താമസിച്ച സമയം, ദിവസം, ആരൊക്കെ താമസിച്ചിരുന്നു, ഏത് മുറിയാണ്, അതോടൊപ്പം അന്ന് കഴിച്ച ഭക്ഷണം ഉൾപ്പെടെ ആ പരാതിക്കാരി കൃത്യമായി മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് വീണ്ടും ഈ സിദ്ദിഖിനെ കൂടുതൽ കുരുക്കിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ സിദ്ദിഖിനൊരു പ്രതീക്ഷ ആദ്യഘട്ടം മുതലേ ഉണ്ടായിരുന്നത് മറ്റുള്ളവരെ പോലെ തന്നെ തനിക്കും ജാമ്യം ലഭിച്ചേക്കുമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുന്നു. അതോടൊപ്പം തുടർന്ന് നടപടിയിലേക്ക് പോകുന്നു. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചുകൊണ്ട് സിദ്ദിഖിനെ കണ്ടെത്തുവാനുള്ള നടപടികളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അറസ്റ്റിലേക്ക് പോകുമ്പോൾ കൃത്യമായും അത് റിമാൻഡിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ മാറ്റമില്ല. എന്തായാലും ഇത് സംബന്ധിച്ച് പരിശോധന തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അന്വേഷണ സംഘത്തിന് നിരത്തുവാൻ കൃത്യമായ തെളിവുകളുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് കോടതിയിൽ കൃത്യമായും അവർ മുന്നോട്ട് വെച്ചത്. എന്നാൽ സിദ്ദിഖിന്റെ അഭിഭാഷകൻ പലതരത്തിലുള്ള വാദങ്ങൾ ഉന്നയിച്ചു എങ്കിലും അതിൽ കഴമ്പില്ല എന്ന് തന്നെയാണ് കോടതിക്ക് ബോധ്യപ്പെട്ടത്. അതിനുശേഷമാണ് നടപടിയിലേക്ക് കടന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായും ഒരു ഭീഷണിയുടെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. കാരണം സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം സിനിമാ രംഗത്തെ തന്നെ വലിയ മുതിർന്ന ഒരു ആൾ കൂടിയാണ്. അതോടൊപ്പം പല ബന്ധങ്ങളും അദ്ദേഹത്തിനുണ്ടാകും. ഈ സിനിമാ മേഖലയിൽ മാത്രമല്ല മറ്റു മേഖലകളിലേക്കും അദ്ദേഹത്തിന് ബന്ധങ്ങളുണ്ടാകും. ആ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുവാനുള്ള അല്ലെങ്കിൽ മറ്റ് പ്രതിസന്ധിയിലാക്കാനുള്ള ഒരു ശ്രമം സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം രേഖപ്പെടുത്തിയിരുന്നത്. പിന്നീട് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയം അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ നൽകി, മൊഴി നൽകി, അതോടൊപ്പം താനുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന എല്ലാ ആളുകളിലേക്കും അന്വേഷണ സംഘത്തിന് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഇനി കൃത്യമായും സിദ്ദിഖിനെ കണ്ടെത്തിയാൽ മാത്രമേ ചോദ്യം ചെയ്യലിലൂടെ കൃത്യമായും എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു കൃത്യതയിലേക്ക് കാര്യങ്ങൾ പോവുകയുള്ളൂ. അഞ്ജന.